നമസ്കാരം, ക്രൈംബ്രാഞ്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന കുറ്റകൃത്യ സംഭവങ്ങളിലേക്ക്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ കരുകോണിൽ പിടിയിലായ തീവ്രവാദി പാർവൈ ബാദുഷയ്ക്ക് കേരളത്തിൽ ശക്തമായ വേര്. അന്വേഷണ സംഘം ബാദുഷയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള 2 സംഘടനകളും 5 മലയാളികളും നിരീക്ഷണത്തിൽ. കൊല്ലം ജില്ലയിലെ അഞ്ചൽ കരുകോണിൽ നിന്നും പിടിയിലായ പറവൈ ബാദുഷ എന്ന ഷാഹുൽ ഹമീദ് തീവ്രവാദ കേസുകളിലെ മുഖ്യ കണ്ണിയാണെന്നും കേരളത്തിൽ ഇദ്ദേഹത്തിന് ശക്തമായ വേരുകൾ ഉള്ളതായും ചോദ്യം ചെയ്യലിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് CBCID SP അൻപു IPSും സംഘവും കൊല്ലം ജില്ലയിൽ തമ്പടിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. ബാദുഷയെ ചോദ്യം ചെയ്യവേ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 2 സംഘടനകളും 5 മലയാളികളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. കേരളത്തിൽ നിന്നും തീവ്രവാദ സംഘടനയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചതായും ബാദുഷ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഒളിവിൽ കഴിയാനും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സഹായം ചെയ്തു കൊടുത്ത മലയാളികളെയാണ് അന്വേഷണ സംഘം നിരീക്ഷിച്ചു വരുന്നത്. BJP നേതാവ് LK അദ്വാനിയുടെ ജനചേതന യാത്രയ്ക്കിടെ പൈപ്പ് ബോംബ് വെച്ച കേസിലും BJP തമിഴ്നാട് സെക്രട്ടറി രമേശ് കൊല്ലപ്പെട്ട കേസിലും വ്യക്തമായ പങ്കുള്ള ബാദുഷ ഇന്ത്യൻ മുജാഹിദീൻ പ്രവർത്തകരുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. ഭട്കൽ സഹോദരന്മാരുടെ അനുയായിയും തമിഴ്നാട്ടിൽ ഇന്ത്യൻ മുജാഹിദീന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന അബൂബക്കർ സിദ്ദീഖിയുടെ വലങ്കയായി പറവൈ ബാദുഷ പ്രവർത്തിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ തമിഴ്നാട് CBCID സംഘം രഹസ്യമായി തമ്പടിച്ച് ബാദുഷയുമായി ബന്ധപ്പെട്ടവരുടെ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം സൂചന നൽകുന്നു. അതേസമയം തെറ്റായ തെളിവുകൾ നൽകി അന്വേഷണം വഴിതിരിച്ചുവിടാൻ ബാദുഷ ചോദ്യം ചെയ്യലിൽ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് തമിഴ്നാട് സംഘം അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ബാദുഷയ്ക്ക് കേരളത്തിൽ സ്വൈര്യവിഹാരം ഒരുക്കിയതിൽ പോലീസിനും വീഴ്ച. ബാദുഷ കേരളത്തിലുണ്ടെന്ന് കാട്ടി 4 മാസം മുൻപ് തമിഴ്നാട് CBCID പുനലൂർ DYSPക്ക് വിവരം നൽകിയിരുന്നു. എന്നാൽ പോലീസാകട്ടെ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്തിയില്ല. ഇറച്ചിവെട്ടുകാരനായി അഞ്ചലിലെ കരുകോണിൽ സ്വൈരമായി പറവൈ ബാദുഷ വിഹരിച്ചതിന് പിന്നിൽ കേരള പോലീസിന്റെ അനാസ്ഥ കൂടി പുറത്തുവരുന്നു. കഴിഞ്ഞ 4 മാസം മുൻപ് ബാദുഷയെക്കുറിച്ചുള്ള വിവരങ്ങളും ബാദുഷയുടെ സാന്നിധ്യവും അറിയിച്ചുകൊണ്ട് തമിഴ്നാട് CBCID സംഘം പുനലൂർ DYSPക്ക് വിവരം നൽകിയിരുന്നു. ബാദുഷയുടെ ചിത്രവും അയച്ചു നൽകി. എന്നാൽ കാര്യമായ ഒരു അന്വേഷണമോ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിടാനോ പുനലൂർ DYSP തയ്യാറായില്ല. കഴിഞ്ഞ 7 മാസക്കാലമായി കരുകോണിലുള്ള ഇറച്ചിക്കടയിൽ ജോലി നോക്കുമ്പോഴും ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, തിരുവനന്തപുരം, ഭീമാപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ബാദുഷ സന്ദർശകനായി. ഈ മേഖലകളിൽ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ ബാദുഷ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരിക്കാമെന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ ആയുധ പരിശീലനവും തീവ്രവാദ റിക്രൂട്ട്മെന്റിനുള്ള സാധ്യതയും രഹസ്യാന്വേഷണ ഏജൻസി മുന്നോട്ട് വച്ചിരുന്നു. ഇതിന് തെളിവായി ബാദുഷ തമ്പടിച്ചിരുന്ന കരുകോൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നായ്ക്കൾക്ക് വെട്ടേൽക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. തീവ്രവാദത്തിന്റെ ഭാഗമായാണ് നായ്ക്കളെ വെട്ടി പരിശീലനം നേടുന്നത്. കൊല്ലം ജില്ലയിൽ ഏറെ വേരോട്ടമുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുടെയും പുനലൂരിന്റെ പരിധിയിൽ വരുന്ന ഒരു കോളനിയിൽ നിന്നും ബാദുഷയ്ക്ക് സഹായം ലഭിച്ചതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. പറവൈ ബാദുഷയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് വഴി കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്ന സുപ്രധാന തെളിവുകൾ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്. ഇന്ത്യയെ തകർക്കാൻ ISI നൽകിയ പണം ഭാര്യയെ തീറ്റിപ്പോറ്റാൻ ഇന്ത്യൻ മുജാഹിദീൻ കമാൻഡർ ഉപയോഗിച്ചു. ഇതേ തുടർന്ന് ഇന്ത്യൻ മുജാഹിദീൻ 2ആയി പിളർന്നു. ഇന്ത്യയെ തകർക്കാൻ ISI നൽകിയ പണം
ഭാര്യയുടെ ചെലവുകൾക്കായി കമാൻഡർ ഉപയോഗിച്ചതോടെയാണ് ISIയോടും മുജാഹിദീനോടും പിണങ്ങി ഒരു വിഭാഗം പുതിയ സംഘടനയുണ്ടാക്കിയത്. നേതാവ് ഇക്ബാൽ ഭട്കലിന്റെ മോഡേണായ ഭാര്യയെ സഹിക്കവയ്യാതെയാണ് പിളർപ്പ്. ഭാര്യയെ തീറ്റിപ്പോറ്റാൻ വിവാഹ സമ്മാനമായി പാക് ചാര ഏജൻസിയായ ISI വൻതുക ഇക്ബാലിന് നൽകുകയായിരുന്നു. ഇന്ത്യയിൽ ഭീകരവാദം വളർത്തുന്നതിനുള്ള ഇന്ത്യൻ മുജാഹിദീന്റെ നീക്കങ്ങളെപ്പറ്റി ദേശീയ അന്വേഷണ ഏജൻസി സമർപ്പിച്ച സപ്ലിമെന്ററി ചാർജ് ഷീറ്റിലാണ് ഈ വിവരം. തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന പേരിലാണ് പുതിയ സംഘടന. മിർസ ഷദേബ് ബേഗും ബെഡ സാജിദുമായിരിക്കും തലവന്മാർ. പാകിസ്ഥാനിലെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ജൂണിലാണ് ഒരു പാകിസ്ഥാനി യുവതിയെ ഇക്ബാൽ വിവാഹം കഴിക്കുന്നത്. 8 മാസത്തോളം ഒരുമിച്ച് കഴിഞ്ഞ ശേഷമായിരുന്നു വിവാഹം. പാകിസ്ഥാനിലെ മറ്റ് ഇന്ത്യൻ മുജാഹിദീൻ നേതാക്കളെ അറിയിക്കാതെയായിരുന്നു ഇത്. നേതാവിന്റെ ഭാര്യ പർദ്ദ ധരിക്കാൻ കൂട്ടാക്കാതെ മോഡേണായി മറ്റ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഡംബര ജീവിതം തുടങ്ങിയതോടെ സംഘങ്ങളിൽ മുറുമുറുപ്പ് ഉയരുകയായിരുന്നു. സ്വകാര്യ ജീവിതത്തിലെ ചെലവുകൾ ഏറിയപ്പോൾ ISI 2 പേരെ വിട്ട് ഇക്ബാലിന് ആദ്യം 1,90,000 രൂപയും പിന്നീട് 50,000 രൂപയും വിവാഹ സമ്മാനമായി കൈമാറി. ഇതോടെ അരിശം പൂണ്ട് ഒരു സംഘം സംഘടന വിടുകയായിരുന്നു. ഇക്ബാലിന്റെ വിവാഹ വിവരം ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലുള്ള യാസിൻ ഭട്കലും ഇളയ സഹോദരൻ റിയാസ് ഭട്കലും തമ്മിൽ ചാറ്റ് ചെയ്തിരുന്നു. ഇതുമൂലം സംഘടനയിൽ പിളർപ്പുണ്ടെന്ന വിവരവും ഇരുവരും ചർച്ച ചെയ്തു. ഇപ്പോൾ ഭട്കൽ സഹോദരന്മാർ മാത്രമേ പ്രധാന നേതാക്കളായി ഇന്ത്യൻ മുജാഹിദിന്റെ തലപ്പത്തുള്ളൂ. ISIയുടെ നിയന്ത്രണത്തിലല്ലാതെ അഫ്ഗാൻ കേന്ദ്രമാക്കി പ്രവർത്തനം ശക്തമാക്കാനാണ് പുതിയ സംഘടനയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്. മുൻ അന്തേവാസി പീഡിപ്പിക്കപ്പെട്ടുവെന്ന ആരോപണത്തിന്മേൽ അമൃതാനന്ദമയി മഠത്തിനെതിരെ കേസില്ല. മഠത്തിനെതിരെ പ്രാഥമിക അന്വേഷണം മാത്രം മതിയെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. എന്നാൽ കേസുമായി മുന്നോട്ടു പോകുമെന്ന് പരാതി നൽകിയ അഭിഭാഷകൻ ദീപക് പ്രകാശ് പറഞ്ഞു. അതേസമയം അമൃതാനന്ദമയി മഠത്തിനെതിരെ മറ്റൊരു ഭക്തനും രംഗത്തെത്തി. അമൃതാനന്ദമയി മഠത്തിനെതിരെ പ്രാഥമിക അന്വേഷണം മാത്രം നടത്തിയാൽ മതിയെന്നാണ് ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ സുധീർ ജക്കബ് പോലീസിന് നൽകിയ നിയമോപദേശം. പരാതി നൽകിയ ദില്ലീലി അഭിഭാഷകൻ ദീപക് പ്രകാശിനോട് പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് കരുനാഗപ്പള്ളി SI മറുപടി നൽകി. അതേസമയം തന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടി 6 പേജ് വരുന്ന മറുപടി ദീപക് പ്രകാശ് പോലീസിന് നൽകി. ലൈംഗിക പീഡനം, സാമ്പത്തിക കുറ്റം എന്നിവ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അമൃതാനന്ദമയിയുടെ സെക്രട്ടറിയായിരുന്ന വിദേശ വനിത പുസ്തകത്തിലൂടെ ആരോപിച്ചത്. ഈ പുസ്തകത്തിലെ കുറിപ്പുകൾ തന്നെ തെളിവായി സ്വീകരിക്കണമെന്നും ദീപക് പ്രകാശ് ആവശ്യപ്പെട്ടു. പരാതിയിന്മേൽ പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോകും. കേസന്വേഷണവുമായി സഹകരിക്കാമെന്ന് വിദേശ വനിത ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ദീപക് പ്രകാശ് പറഞ്ഞു. ചില പ്രത്യേക താല്പര്യങ്ങൾ മുഖാന്തരം കേരള പോലീസ് കേസെടുക്കുന്നില്ല എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധിയോടുള്ള ലംഘനമാണ്. ഇതിൽ 2 തരത്തിലുള്ള പരിഹാരമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒന്ന്, സെക്ഷൻ 190 CRPC 200 പ്രകാരം ഒരു പ്രൈവറ്റ് അന്യായം ബന്ധപ്പെട്ട കോടതിയിൽ ഫയൽ ചെയ്യാം. സുപ്രീം കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രകാരം ആ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് നൽകുന്നത് പൂർണ്ണമായും പാലിക്കപ്പെടാനാണ്. ഈ ജഡ്ജ്മെൻറ്റ് പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കണ്ടംപ്റ്റ് പെറ്റീഷൻ നൽകാനുള്ള അവസരവുമുണ്ട്. ഇതിൽ ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ തീരുമാനമെടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമെന്നാണ് പറയാനുള്ളത്. അതേസമയം അമൃതാനന്ദമയി മഠത്തിനെതിരെ എറണാകുളം സ്വദേശിയായ ഭക്തനും രംഗത്തെത്തി. നീതിരഹിതമായ പല നിഗൂഢതകളും മഠത്തിൽ നടക്കുന്നുണ്ടെന്ന് സുധീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. തൊടുപുഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മഴവെള്ളം കെട്ടിനിൽക്കാനിടയാക്കിയ കലുങ്ക് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു നീക്കി. 1 വർഷത്തോളമായി കെട്ടിടത്തിൽ മഴവെള്ളം കെട്ടിനിൽക്കുകയായിരുന്നു. സുരക്ഷാ ഭീഷണി ഉയർന്നതിനെ തുടർന്ന് ഉടമ കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയായിരുന്നു. തൊടുപുഴ മണക്കാട് റോഡിൽ സഹകരണ ആശുപത്രിക്ക് സമീപം നിർമ്മിച്ചിരുന്ന കെട്ടിടത്തിനായിരുന്നു സമീപവാസി ഓട അടച്ചതിനെ തുടർന്ന് സുരക്ഷാ ഭീഷണിയുണ്ടായത്. കഴിഞ്ഞ കാലവർഷം പെയ്ത മഴയിൽ ഒഴുകിയെത്തിയ ജലം മുഴുവൻ മാസങ്ങളായി ഈ കെട്ടിടത്തിന്റെ തറയിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. 1500 ചതുരശ്ര അടി വിസ്തൃതിയിൽ 6 അടി ഉയരത്തിൽ വെള്ളം കെട്ടുന്നത് കെട്ടിടത്തിന് സുരക്ഷാ ഭീഷണിയും ഉയർത്തി. ഒടുവിൽ കെട്ടിട ഉടമ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് സമ്പാദിച്ച് പോലീസ് സഹായത്തോടെ ഓട തുറക്കുകയായിരുന്നു. വെള്ളം ഒഴുകുന്നത് പുനഃസ്ഥാപിക്കാൻ പറഞ്ഞ് കൃത്യമായ ഓർഡർ, വളരെ കൃത്യമായ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴെ വരെ കട്ട് ചെയ്ത് ഇറക്കിയിട്ടാണേലും അത് പുനഃസ്ഥാപിക്കുക. പണി തീർന്നതിന് ശേഷം എന്തെങ്കിലും അഡീഷണൽ വേണമെങ്കിൽ PWD അധികാരികളോട് എന്നോട് ചാർജ് ഈടാക്കാവുന്നതാണെന്ന് പറഞ്ഞ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഹൈക്കോടതി ഓർഡറാണ് ഉള്ളത്. പോലീസ് PWD ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഓട തുറക്കുന്നതിനിടെ ചിലർ തടയാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും ഇടയാക്കി. ഞാനിവിടെ നിർത്തിയിരിക്കുന്ന പണിക്കാരുടെ നേരെ അവരുടെ പറമ്പിൽ ചെന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പണി ചെയ്യാൻ ചെന്നവരെ അവർ കയ്യേറാൻ ശ്രമിച്ചു. 2011 നിർമ്മാണം പൂർത്തിയായ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ തർക്കത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ 5 പ്രതികൾക്കെതിരെ കൊഫെപോസ ചുമത്തി. DRIയുടെ അപേക്ഷ പരിഗണിച്ചാണ് കൊഫെപോസ ബോർഡിന്റെ തീരുമാനം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എയർ ഹോസ്റ്റസ് ഹിറമോസ സെബാസ്റ്റ്യൻ, സുഹൃത്ത് റാഹില ചിറായി, മറ്റു പ്രതികളായ മുഹമ്മദ് നബീൽ, ഷഹബാസ്, അബ്ദുല്ലൈസ് എന്നിവർക്കെതിരെയാണ് കൊഫെപോസ ചുമത്തിയത്. ഇവർ തുടർച്ചയായി രാജ്യത്തേക്ക് സ്വർണം കടത്തുന്നവരാണെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയതിനെ തുടർന്നുള്ള ശുപാർശയെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ നിയമിച്ച കൊഫെപോസ ബോർഡിന്റെ തീരുമാനം. പ്രതികളെ 11 ആഴ്ചക്കകം കൊഫെപോസ ഉപദേശക സമിതി അംഗങ്ങളായ ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായർ, ജസ്റ്റിസ് P ജോസഫ്, ജസ്റ്റിസ് സിരിജകൻ എന്നിവർക്ക് മുന്നിൽ ഹാജരാക്കും. തുടർന്ന് പ്രതികളിൽ നിന്ന് വിശദീകരണം തേടിയ ശേഷം കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം നടത്തിയതിന് 1 വർഷം വരെ വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാം. നേരത്തെ പ്രതികൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയതായി DRI കണ്ടെത്തിയിരുന്നു. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഫായിസ്, ആസിഫ, ആരിഫയുടെ ഭർത്താവ് എന്നിവർക്കെതിരെയും കൊഫെപോസ ചുമത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലത്ത് വീണ്ടും എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. കാറിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 7 കിലോ കഞ്ചാവ് പിടികൂടി. ഒരാൾ പിടിയിലുമായി. എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ B സുരേഷാണ് കഞ്ചാവ് കണ്ടെടുത്തത്. കൊല്ലത്ത് കൺസ്ട്രക്ഷൻ വർക്കിന്റെ മറവിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ചാത്തനാകുളം സ്വദേശി അനിൽകുമാറിനെ എക്സൈസ് പിടികൂടി. കൊല്ലം കല്ലുന്താഴം പാർത്ത തിയേറ്ററിന് സമീപം രാവിലെ 6 മണിക്ക് നടത്തിയ വാഹന പരിശോധനയിലാണ് സാൻഡ്രോ കാറിൽ കടത്തിയ 7 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. കൺസ്ട്രക്ഷൻ ജോലിക്കാരനായ അനിൽകുമാർ തമിഴ്നാട്ടിൽ നിന്നും മണലിൽ ഒളിപ്പിച്ചാണ് കഞ്ചാവ് കടത്തിയത്. പ്രതിക്ക് കൂട്ടുനിന്ന കടവൂർ സ്വദേശിക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ബാക്കി കഞ്ചാവിന് വേണ്ടി വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടുകിട്ടിയില്ല. വരും ദിവസങ്ങളിൽ ഇതിനായി ശക്തമായ പരിശോധന നടത്തുമെന്നും സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നുവരികയാണ്. ജില്ലയിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും കോളേജ് വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും കഞ്ചാവ് വിതരണം ചെയ്തിരുന്നതായി പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 13 വയസ്സുകാരന്റെ തിരോധാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൊലപാതകമെന്ന് തെളിഞ്ഞു. എറണാകുളം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് 19 വർഷങ്ങൾക്ക് ശേഷം കൊലപാതക കേസ് തെളിയിക്കപ്പെടുന്നത്. 1995 ചങ്ങനാശ്ശേരി മധുമൂലയിൽ ഉദയ സ്റ്റോഴ്സ് ഉടമ വിശ്വനാഥൻ ആചാര്യയുടെ മകൻ മഹാദേവനെ കാണാതാകുന്നത്. മഹാദേവനെ തട്ടിക്കൊണ്ടുപോയെന്നും പണം നൽകണമെന്നും കാണിച്ച ഫോൺ കോളുകളും ഭീഷണി കത്തുകളും മഹാദേവന്റെ പിതാവിന് ലഭിച്ചിരുന്നു. മഹാദേവന്റെ സ്കൂട്ടറിന്റെ താക്കോൽ സമീപത്തെ കടയുടെ പരിസരത്ത് നിന്ന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചെരുപ്പും കണ്ടെടുത്തു. ഇതിനിടെ കേസ് പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. അന്വേഷണ പുരോഗതിയില്ല എന്ന് പരാതിപ്പെട്ട് മഹാദേവന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് സൂപ്രണ്ടിന് അന്വേഷണം കൈമാറുന്നത്. തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന ഹരികുമാറിനെ അറസ്റ്റ് ചെയ്തു. മഹാദേവന്റെ മാല കൈക്കലാക്കുന്നതിനു വേണ്ടി പ്രതി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും സുഹൃത്ത് സലിമോൻ, ബന്ധു പ്രമോദ് എന്നിവരുടെ സഹായത്തോടെ ശരീരം വെള്ളക്കുഴിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നുവെന്നും തെളിഞ്ഞു. ക്രൈംബ്രാഞ്ച് സൂപ്രണ്ട് KG സൈമൺ. ഉണ്ണി, ഹരികുമാർ എന്നാണ് ഒറിജിനൽ പേര്. ഉണ്ണിയുടെ കടയിൽ ഇവൻ സൈക്കിള് കൊണ്ടുവെക്കുവാനായിട്ട് വരുന്നുണ്ട്. സൈക്കിൾ കൊണ്ട് വെക്കുന്ന പറയുമ്പോൾ ഇവനുണ്ട് എപ്പോഴും തൂത്തു അടച്ച് വെക്കാനാണ് ഇവൻ താല്പര്യം. അന്ന് തന്നെ 1.5 രൂപ 2 രൂപയാണ് കൊടുക്കുന്നത്. ഈ 1.5 രൂപ 2 രൂപ കൊടുത്താലും അത് ആ കടയിൽ ഇവർക്ക് പലചരക്കടയുണ്ട്. മഹാദേവന് അവൻ്റെ അച്ഛന് ഒരു പലചരക്കടയുണ്ട്, വിശ്വാസന് പലചരക്കടയുണ്ട്. ആ കടയിൽ ഇവരങ്ങോട്ട് പറ്റ് എന്നുള്ള പാട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കുകയാണ് പതിവ്. അങ്ങനെയാണ് ഈ പറഞ്ഞ കൊച്ചവിടെ വരികയും അന്ന് സൈക്കിൾ വാങ്ങിക്കാണ്ട് വരികയും സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി അകത്ത് കയറുകയും ചെയ്ത് അല്ല വിളിച്ചകത്ത് കയറ്റി കൊന്നതിന് ശേഷം അവർ ഞങ്ങളിനി കോടതി പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നേ കോടതി പ്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ കസ്റ്റഡി വാങ്ങിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറ്റമാല ഒരഴിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ഇവർ വേറെ സ്ഥലത്തേക്ക് ഒരു ഡെഡ് ബോഡി കൊണ്ട് മാറ്റുകയാണ് ഇരിക്കുന്നത്. 19 വർഷം മുമ്പുള്ളതാണ്. ഇനി അത് ഞങ്ങൾ ഇനി അടുത്ത കസ്റ്റഡി വാങ്ങിച്ച ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി. മഹാദേവൻ ഒളിച്ചുപോയെന്ന പ്രചരണം പ്രതികൾ തന്നെ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും പണം ആവശ്യപ്പെട്ട കത്തുകളുടെ ഉറവിടങ്ങളും ക്രൈംബ്രാഞ്ച് തെളിയിച്ചതോടെയാണ് പ്രതികളിലേക്ക് അന്വേഷണം എത്തിയത്. മഹാദേവന്റെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ചങ്ങനാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ നാളെ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പുഴയിൽ നഗരസഭയുടെ കീഴിലുള്ള വൃദ്ധസദനത്തിൽ വൃദ്ധൻ മരിച്ച നിലയിൽ. കൊലപാതകമെന്ന് ആരോപണം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ നഗരസഭ വക
ശാന്തി മന്ദിരത്തിലെ അന്തേവാസിയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. മണ്ണഞ്ചേരി 14-ാം വാർഡിൽ ഇല്ലിക്കൽ ഹൗസിൽ അലിബാബ എന്ന 87-കാരനാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെ അലിബാബു കിടന്നിരുന്ന മുറിക്ക് പുറത്ത് വരാന്തയിലാണ് വീണ് കിടന്ന നിലയിൽ ശാന്തി മന്ദിരത്തിലെ ജീവനക്കാരൻ അലിബാബയുടെ മൃതദേഹം കണ്ടത്. ഇവിടെ വന്നപ്പോഴാണ് വിളിച്ചപ്പോഴാണ് പൂർവ്വം നോക്കിയും പറഞ്ഞ് ഇതാണ്. അപ്പം അത് കറക്റ്റ് അറിയണം, പോലീസിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് എടുക്കും. തലയ്ക്ക് ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തിയതായി ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞു. മരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ നഗരസഭാ അധികാരികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 സ്ത്രീകളടക്കം 33 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. മരണത്തെക്കുറിച്ച് ദുരൂഹത ഉള്ളതായും നാട്ടുകാർ പറയുന്നു. അവിവാഹിതനായ അലിബാബ 3 വർഷമായി ഈ അഗതി മന്ദിരത്തിലാണ് താമസം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വിദ്യാർത്ഥികൾ കയറും മുൻപേ ബസ് മുന്നോട്ടെടുത്തതിനെ തുടർന്ന് കോളേജ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ പാലക്കാട് ടൗണിൽ പ്രതിഷേധം. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസമാണ് പോളിടെക്നിക് കോളേജിലെ ബിബിൻ ബാലകൃഷ്ണൻ ബസ്സിൽ നിന്ന് വീണ് മരിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തോട് പോലീസ് മോശമായി പെരുമാറുകയും ചെയ്തു. പാലക്കാട് പോളിടെക്നിക്കിലെ അവസാന വർഷ ഇലക്ട്രോണിക് ഡിപ്ലോമ വിദ്യാർത്ഥിയായ കൂമൻകാട് നെല്ലിക്കുന്നത്ത് ബിബിൻ കഴിഞ്ഞ ദിവസമാണ് ബസ്സിൽ നിന്ന് വീണു മരിച്ചത്. പാലക്കാട് കോഴിക്കോട്ട് റൂട്ടിലോടുന്ന നാസ് ട്രാവൽസ് ബസ്സിൽ വെച്ചാണ് സംഭവം. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബിബിൻ കയറുന്നതിനു മുമ്പേ ബസ് മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. ബസ്സിന്റെയും സ്റ്റാൻഡിലെ കോൺക്രീറ്റ് തൂണിന്റെയും ഇടയിൽപ്പെട്ട ബിബിനെ ഉടനെ സഹപാഠികളും വോട്ടർമാരും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. അങ്ങനെ നേരത്തെ വീട്ടിലെത്തണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് അവിടെ നിന്നു. അപ്പോൾ പതിപോലെ ഇവരെ 2 പിള്ളേരെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ബസ് ചാടി കയറി എനിക്ക് പിടുത്തം കിട്ടിയില്ല എന്നാൽ അടുത്ത ഫില്ലറിൽ പോയിട്ട് ബസ്സുമായിട്ട് നെരുങ്ങിയത് കണ്ടിട്ട് അവിടെയെല്ലാം കൂടിയവർ ഞങ്ങളൊക്കെ പാടെ ബസ് നിർത്തിച്ചു. എന്നിട്ട് ഇവർ എടുത്ത് പോകാൻ നിൽക്കുമായിരുന്നു ബസ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബസ് വിടാനയക്കണ്ട, ഞങ്ങൾ ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ. ഞാൻ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ബസ്സുകാരൊന്നും പോയില്ല. ബസ്സുകാർ ഇവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ പിന്നാലെ പോരാറുണ്ട്. അവിടുന്ന് കഴിച്ചിലായി. പക്ഷേ അവരിവിടെ എത്തിയിട്ടുണ്ടാകുന്നില്ല. അവരവിടെ എത്തുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും മരിച്ചിരുന്നു. ബസ് ജീവനക്കാരുടെ അശ്രദ്ധ മൂലം വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സഹപാഠികൾ ബസ്സുകൾ തടഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബസ് ജീവനക്കാരുടെ അശ്രദ്ധ മൂലം ചെറുതും വലുതുമായ ഒരുപാട് അപകടങ്ങൾ ഇതിനു മുമ്പ് നടന്നുകഴിഞ്ഞു. നിരവധി തവണ RDOയ്ക്ക് പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സീറ്റ് കുട്ടികളാകുമ്പോൾ ബസ്സുകാർക്ക് ഒരു അവഗണനയാണ് ഞങ്ങളോട്. ബസ് പോകുമ്പോൾ ഞങ്ങൾ ചാടി കയറലാണ്. അതിന് മുമ്പ് ഞങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വക തെറിയോ ഒക്കെ പാടെ കേട്ട് ഞങ്ങളാകെ ഒരിതാണ്. പെരുമാറ്റം വളരെ മോശമാണ്. നമ്മൾ പൈസ കൊടുക്കാതെ പോണ പിച്ചക്കാർ കയറിയ പോലെയാണ് നമ്മളെത്തി കാട്ടിപ്പോകുന്നത്. ഒരു 4 ആൾ കയറി 5ാമത്തെ ആൾ കയറുമ്പോൾ തന്നെ ഡോറ് കൊണ്ട് തള്ളും. അതുപോലെ അനാവശ്യങ്ങൾ വാക്കുകൾ പറയും. ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിസ്കിൽ ചാടി കയറി തൂങ്ങിപ്പോകണം. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുമ്പേ വിദ്യാർത്ഥികളെ കയറാൻ അനുവദിക്കുക, വിദ്യാർത്ഥികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, യാത്രാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംബന്ധിച്ച് ബസ് ജീവനക്കാരോട് ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തിക്കാട്ടുന്നു. സഹപാഠി ബിബിൻ ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടതിൻ്റെ അടക്കാനാവാത്ത ദുഃഖം ഓരോരുത്തരിലും കാണാം. കാലങ്ങളായി ബസ് ജീവനക്കാർ തങ്ങളോട് കാണിക്കുന്ന അനീതിയിലുള്ള പ്രതിഷേധവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.